സാറേ, ഈ ഹൈന്ദവരുടെ ഏറ്റവും വലിയ ആഘോഷങ്ങളിലൊന്നാണ് ഈ ദുർഗാപൂജ. അപ്പോൾ ബംഗ്ലാദേശിൽ ഈ ദുർഗാപൂജയ്ക്ക് വലിയ പിന്തുണയൊന്നും ഇത്തവണ കിട്ടില്ല എന്നാണ് പ്രതീക്ഷിക്കപ്പെട്ടത്. ഇൽസ തരില്ല എന്ന് വരെ പറഞ്ഞു. എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാവുമോ? അതായത് മറ്റേ അവിടെ ജമാഅത്തെ ഇസ്ലാമിയാണല്ലോ ഭരണം. അപ്പോൾ ആ ഭരണം പിടിച്ചു കഴിഞ്ഞപ്പോൾ അവർ ദുർഗാപൂജയ്ക്ക് ഹിൽസ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക മത്സ്യമാണ്. ബംഗ്ലാദേശിലാണ് അത് കൂടുതലുള്ളത്. അപ്പോൾ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞാൽ നേരത്തെ ബംഗാളിൻ്റെ ഭാഗമാണല്ലോ. അപ്പോൾ പശ്ചിമ ബംഗാളിൽ ഈ മത്സ്യം വളരെ പ്രിയപ്പെട്ടതാണ്, പ്രത്യേകിച്ച് ഈ ദുർഗാപൂജ സമയത്തുമൊക്കെ. പിന്നെ സിനിജിക്ക് അറിയാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പശ്ചിമ ബംഗാളിൽ ബ്രാഹ്മണരും മത്സ്യം തിന്നും. അത് ശരി, എല്ലാവരും കഴിക്കും. എൻ്റെ സഹപ്രവർത്തകരൊക്കെ ആയിട്ട് ഉണ്ടായിരുന്ന ആളുകളുമൊക്കെ കഴിക്കും. ഞാൻ അവിടെ പോകുമ്പോഴും അവർ നമ്മളെ വിളിച്ചുകൊണ്ട് പോയിട്ട് അവർ കഴിക്കാറൊക്കെ ഉണ്ട്. ഞാൻ കഴിക്കാറില്ല മത്സ്യം. കൂടെ ഇരുന്നവർ കഴിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാ ബ്രാഹ്മണരും അവിടെ മത്സ്യം കഴിക്കും. അപ്പോൾ ഹിൽസ വളരെ പ്രധാനമാണ് ഈ ദുർഗാപൂജ സമയത്ത് ഈ ഭക്ഷണമൊക്കെ കഴിക്കാനും ഒക്കെ. അപ്പോൾ ഇത്തവണ തരില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. മറ്റേ ഹസീനയുടെ കാലത്തൊക്കെ അത് സ്ഥിരമായിട്ട് ഇങ്ങനെ തന്നുകൊണ്ടിരുന്നു അവർ. അപ്പോൾ ഇന്നലെ അവർ തീരുമാനിച്ചിരിക്കുന്നത് 3000 മെട്രിക് ടൺ ഹിൽസ മത്സ്യം അവിടെ നിന്ന് കയറ്റി അയക്കും എന്നാണ്. അപ്പോൾ ഇന്ത്യ എഴുതിയിരുന്നു, അവർക്ക് കത്തൊക്കെ എഴുതിയിരുന്നു തരണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ സത്യത്തിൽ മുട്ടുമടക്കുന്നതാണ്. പക്ഷെ അത് പറയാൻ പ്രയാസമുള്ളത് കൊണ്ട് ഇവിടുത്തെ കയറ്റുമതിക്കാരുടെ സമ്മർദ്ദം കൊണ്ട് ചെയ്യുന്നതാണെന്ന് ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദുർഗാപൂജയ്ക്ക് മുമ്പ് തന്നെ അത് ഇവിടെ എത്തും. മുമ്പ് അവർ വേണ്ടെന്ന് വെച്ചാണ് ഡെപ്യൂട്ടി സെക്രട്ടറി ഇതിൻ്റെ സുൽത്താന അക്തർ, അവരാണ് ഉത്തരവിറക്കിയിരിക്കുന്നത്. അവരുടെ ഉത്തരവ് ഞാൻ ഇന്നലെ വായിച്ചു. അതിൽ പറഞ്ഞിട്ടുണ്ട് അവർ പല കയറ്റുമതിക്കാരും അപേക്ഷ തന്നിരുന്നു എന്ന്. പക്ഷേ എനിക്ക് അല്ലാതെ അറിയാവുന്നതാണ്, അല്ലാതെ റിപ്പോർട്ടുകളിൽ ഞാൻ വായിച്ചതാണ്, ഇന്ത്യ കത്തയച്ചിരുന്നു. ആ കത്തിലെ വേർഡിങ് നമുക്കറിയില്ല, ഭീഷണി ഉണ്ടോ കത്തിലെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്തായാലും നമ്മുടെ കത്തിൻ്റെ സമ്മർദ്ദമാണ്, മറ്റേത് ഒരു വെറുതെ പറച്ചിൽ മാത്രമേ ഉള്ളൂ. സെപ്റ്റംബർ 24 ഉച്ചയ്ക്ക് മുമ്പ് ഈ കയറ്റുമതി ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ അപേക്ഷ കൊടുത്തിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മുൻപ് അപേക്ഷ കൊടുത്തവർ വീണ്ടും അപേക്ഷ കൊടുക്കേണ്ടതില്ല. സെപ്റ്റംബർ 24 ശേഷം, അതങ്ങനെയാണല്ലോ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ, പിന്നെ ശേഷം കൊടുത്തവർ കൊടുത്തിട്ട് കാര്യമില്ല എന്ന് പറയേണ്ട കാര്യമില്ല. പക്ഷേ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇത് ബംഗ്ലാദേശിൻ്റെ ദേശീയ മത്സ്യം ആണ് ഹിൽസ. ധാക്കയിൽ ഈ ഹിന്ദു മേളകൾ, ഹിൽസ മേളകളൊക്കെ നടക്കാറുണ്ട്. ഈ മത്സ്യം നമ്മളിവിടെ കരിമീൻ എന്ന് പറയും എന്നൊക്കെ പറയുന്ന പോലെ വലിയ പ്രിയപ്പെട്ട സംഭവമാണ്. പിന്നെ സൂപ്പർ മാർക്കറ്റുകളിലാണ് ഈ ഹിൽസ മേളകളൊക്കെ നടക്കുന്നത്. പശ്ചിമ ബംഗാളിലും വളരെ പ്രിയപ്പെട്ടതാണ്, വളരെ പോപ്പുലറാണ് ഹിൽസ മത്സ്യം. അപ്പോൾ സത്യത്തിൽ ഹിൽസ ഡിപ്ലോമസി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഈ വിദേശകാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ട്, ഹിൽസ നയതന്ത്രം. അത് ഈ ദുർഗാപൂജ സമയത്ത് ആണ്. അത് ഇന്ത്യയായിട്ട് വലിയ സൗഹൃദവും സഹകരണവും ഒക്കെ ഉള്ള സമയത്ത് നമുക്കത് സ്ഥിരമായിട്ട് ഈ ദുർഗാപൂജയ്ക്ക് നമ്മളെ തൃപ്തിപ്പെടുത്താനായിട്ട് ഷെയ്ഖ് ഹസീനയുടെ ഒക്കെ കാലത്ത് തന്നുകൊണ്ടിരുന്നു. മുതലാളിമാർക്ക് കാഴ്ചക്കൊലയൊക്കെ കൊടുക്കില്ലേ ഓണത്തിനൊക്കെ മുമ്പ്, അതുപോലെ നമ്മൾ ഒരുപാട് പൈസ കൊടുക്കുന്നുണ്ടല്ലോ കടമായിട്ടുമൊക്കെ. അപ്പോൾ ഷെയ്ഖ് ഹസീന സ്ഥിരമായിട്ട് നമുക്ക് അത് തന്നുകൊണ്ടിരുന്നു. അതാണ് ഹിൽസ നയതന്ത്രം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. 1996 മുതൽ 5000 ടൺ, ഇപ്പം 3000 തരുന്നുള്ളൂ, 2000 ടൺ കുറവാണ്. അപ്പോൾ അതൊന്നും പോരാ ബംഗാളിൻ്റെ ഒരു ഡിമാൻഡ് അനുസരിച്ചിട്ട്. 5000 ടൺ ചിലപ്പോൾ ഇനി കുറച്ച് കഴിയുമ്പോഴേ ഈ അപേക്ഷയെല്ലാം കിട്ടിക്കഴിയുമ്പോൾ അപേക്ഷകർ കൂടുതലായതുകൊണ്ട് ഞങ്ങൾ 5000 ടൺ ചിലപ്പോൾ അങ്ങനെയും വന്നു പറയാൻ പറ്റില്ല എന്ന് പറയുമായിരിക്കും. 1996 മുതൽ 5000 ടൺ തന്നുകൊണ്ടിരുന്നു. 2012 ഒരു വർഷം മാത്രം അത് നിന്നു. ഹസീന വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ പിന്നെ അത് പുനരാരംഭിച്ചു. 2023 79 കഴിഞ്ഞ കൊല്ലം 79 കമ്പനികൾ അവിടുന്ന് കയറ്റി വെച്ചിരുന്നു. അപ്പോൾ ഈ കമ്പനികൾക്ക് ഇതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. ഒരു കച്ചവടം വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാണ്? ബംഗ്ലാദേശ് അതാ ചെയ്തത്. 50 ടൺ ഓരോ കമ്പനിയും, 79 കമ്പനികൾ എന്ന് പറയുമ്പോൾ 4000 ടണ്ണോളം കഴിഞ്ഞ കൊല്ലം കയറ്റി അയച്ചിരുന്നു. പിന്നെ
അത് ഇപ്പോൾ നമ്മളെ മുട്ടുകുത്തിച്ചത് ഈ മത്സ്യത്തിൻ്റെ കാര്യത്തിൽ. പിന്നെയുള്ളത് എന്താണെന്ന് വെച്ചാൽ ബംഗ്ലാദേശ് ഇപ്പോൾ അവിടെ ഭീഷണിയുണ്ട് ദുർഗാപൂജയ്ക്ക്. ഇത് പശ്ചിമ ബംഗാളിലെ ദുർഗാപൂജയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ. പക്ഷെ അവിടെ ദുർഗാപൂജയ്ക്ക് വലിയ ഹിന്ദുക്കൾക്ക് വലിയ ഭീഷണി ഉണ്ട് ബംഗ്ലാദേശിൽ ഉണ്ട്. അത് ഹിന്ദു സംഘടനകളൊക്കെ ഉയർത്തിയിട്ടുണ്ട്. പല ഈ ദുർഗാപൂജ കമ്മിറ്റിക്കും കത്ത് കിട്ടിയിട്ടുണ്ട്. 5 ലക്ഷം രൂപ നിങ്ങൾ തരണം. കത്തൊക്കെ എഴുതുന്ന എന്തും മണ്ടത്തരാന്ന് ആലോചിച്ചു നോക്കും. തെളിവായി പോകുന്നില്ലേ? അപ്പോൾ 5 ലക്ഷം രൂപ, അതായത് എക്സ്റ്റോർഷനാണ്, പിടിച്ചുപറി, ഭീഷണിപ്പെടുത്തിയിട്ട് പണം പിടിച്ചുപറിക്കുന്ന. തന്നില്ലെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരാം. പലതും ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ട്. വീട്ടുകാരെ ശരിപ്പെടുത്തുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, കൊന്നുകളെന്നൊക്കെ പറയുന്നുണ്ട്. 5 ലക്ഷം രൂപ വേണം. എല്ലാ ദുർഗാപൂജ കമ്മിറ്റിക്കും ഇങ്ങനെ കത്ത് കിട്ടിയിട്ടുണ്ട്. മോട്ടോർ സൈക്കിളിൽ പയ്യന്മാരെത്തിയിട്ട് ബീന പാനി എന്ന് പറഞ്ഞൊരു കമ്മിറ്റിക്ക് കത്ത് കൊടുത്തിട്ട് പോയി. ബംഗാളിലാണ് എഴുതിയിരുന്നത്. 5 ലക്ഷം തന്നില്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും. ഒരാഴ്ചക്കകം നിങ്ങൾ ഈ പൈസ കൊണ്ടുവന്നിട്ട് ധാക്കയിലെ കാലി ബസാറിൽ ഇന്ന സ്ഥലത്ത് ഞങ്ങളുണ്ടാവും, അവിടെ കൊണ്ടുവന്ന് തരണം എന്ന് കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഗ്നിവീർ എന്ന് പറഞ്ഞൊരു ഹിന്ദുക്കളുടെ പേജ് ഉണ്ട്, ഫേസ്ബുക്ക് പേജ്. അതിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അഗ്നിവീർ എന്ന് പറഞ്ഞ ഹിന്ദുക്കളുടെ ഫേസ്ബുക്ക് പേജിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ ഭീഷണി ഞങ്ങൾ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയെന്ന് നിങ്ങൾ സർക്കാരിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഭവിഷ്യത്ത് കൂടുതലായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പണം തന്നില്ലെങ്കിൽ സർക്കാർ, പോലീസ്, പട്ടാളം ഇവരിൽ നിന്നൊന്നും നിങ്ങൾക്ക് ഒരു രക്ഷയും കിട്ടില്ല. സുരക്ഷ നിങ്ങൾക്ക് പൂജ്യമായിരിക്കും, കുടുംബത്തിനെ കൊന്നുകളയും എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ഷേത്രങ്ങൾ കത്തിക്കും, പന്തലുകൾ, ദുർഗാപൂജയ്ക്ക് പ്രത്യേക പന്തലുകൾ അതും ഒക്കെ കത്തിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. ബംഗ്ലാദേശ് നാഷണൽ ഹിന്ദു അലയൻസ് അവർ 4 ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് സർക്കാരിനോട്. ഹിന്ദു സംഘടന CCTVകൾ വെക്കണം, പന്തലുകളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പന്തലുകൾക്കകത്ത് സുരക്ഷ ഒരുക്കണം. ഈ ദുർഗയുടെ വിഗ്രഹങ്ങൾ തകർക്കും എന്നുള്ള ഭീഷണി, ആക്രമിക്കുന്നൊക്കെയുള്ള ഭീഷണിയുണ്ട്. അതുകൊണ്ട് സുരക്ഷയൊക്കെ ഒരുക്കണം. പിന്നെ ഇത്തവണ ദുർഗാപൂജ 10 ദിവസം മറ്റോ അല്ലേ? ദുർഗാപൂജയ്ക്ക് ഒരു ദിവസമേ അവിടെ അവധിയുള്ളൂ. അത് പോരാ, അത് വിവേചനമാണ്. 3 ദിവസമെങ്കിലും അവധി വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. 5 ദിവസത്തെ ഉത്സവമാണ് അവിടെ ഉള്ളത്. അഷ്ടമി, നവമി, ദശമി ഈ 3 ദിവസത്തേക്ക് അവധി തരണം എന്ന് പറഞ്ഞിട്ട് ഹിന്ദു സംഘടനകൾ കൊടുത്തിട്ടുണ്ട്. ഒക്ടോബർ 9-ാം തീയതിയാണ് ദുർഗാപൂജ തുടങ്ങുന്നത്. പിന്നെ അവർ പറഞ്ഞിട്ടുണ്ട് ന്യൂനപക്ഷ കമ്മീഷൻ അവിടെ വേണം. ന്യൂനപക്ഷ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഇവിടത്തെ പോലെയല്ല. പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളാണ്. അപ്പോൾ ഹിന്ദുക്കളുടെ ഒരു ന്യൂനപക്ഷ കമ്മീഷൻ വേണം. ഹിന്ദുക്കൾക്ക് സുരക്ഷാ നിയമം കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആഭ്യന്തര മന്ത്രാലയം ഉണ്ടല്ലോ ബംഗ്ലാദേശ്, ഇതൊന്നുമല്ല കേട്ടിരിക്കുന്നത്. ദുർഗാപൂജയ്ക്ക് നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുക. കമ്മിറ്റികൾ ഒരു ആചാരവും ഇതുമായി ബന്ധപ്പെട്ട് നടത്തരുത്. ദുർഗാപൂജ ആചാരങ്ങൾ, പൂജ തുടങ്ങിയ കർമ്മങ്ങളുണ്ടല്ലോ, അതൊന്നും നടത്താൻ പാടില്ല. പിന്നെ അസൻ, നമസ് അവരുടെ ആചാരങ്ങളുണ്ടല്ലോ മുസ്ലിങ്ങളുടെ, അത് തടസ്സപ്പെടുത്തും. ആ സമയത്ത് പിന്നെ 5 മിനിറ്റ് മുമ്പ് ഈ നമസ് അവരുടെ അതിനൊക്കെ 5 മിനിറ്റ് മുമ്പ് ഹിന്ദുക്കൾ മൈക്ക് ഓഫ് ചെയ്തിരിക്കണം. ഈ ദുർഗാപൂജ ആകുമ്പോൾ പാട്ടുമൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? ഭജനയൊക്കെ ഉണ്ടാവും ദുർഗാപൂജയ്ക്ക്. അതുകൊണ്ട് മൈക്കൊന്നും വെക്കരുത് എന്ന് ഇങ്ങോട്ട് നിർദ്ദേശമുണ്ട്. അവിടെ പൂജാ മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞത് തന്നെ 1132 ഉണ്ട്. 666 പന്തലുകളുമൊക്കെ ഉയർത്താറുണ്ട് അവിടെ. പിന്നെ ഇപ്പോൾ അവിടെ പട്ടാളത്തിന് മജിസ്ട്രസി അധികാരം കൊടുത്തിട്ടുണ്ട്. അതായത് പട്ടാളത്തിന് തന്നെ പോലീസിനെ പോലെയൊക്കെ കേസൊക്കെ എടുക്കാവുന്ന വിധത്തിൽ ഈ ഹിന്ദുക്കൾക്കെതിരെ അക്രമമൊക്കെ ഉണ്ടല്ലോ, ആ മജിസ്ട്രസി അധികാരം പട്ടാളത്തിന് ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. സാർ, ഈ മജിസ്ട്രേറ്റ് തല അധികാരം കൊടുക്കാതെ വിരമിച്ച ഉദ്യോഗസ്ഥർക്കായിരിക്കില്ലേ കൊടുക്കുക? അങ്ങനെയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുണ്ട് അല്ലേ? അവർ കൂടുതലും അങ്ങനെയാണെന്നാണ് വായിച്ചപ്പോൾ മനസ്സിലാകുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവർക്ക് വേണമെങ്കിൽ സ്വയരക്ഷയ്ക്ക് വേണ്ടി വെടിവെക്കാൻ വരെ പറ്റില്ലേ അധികാരം ഉപയോഗിച്ച്? ചെയ്യാം.
അങ്ങനെ പട്ടാളം വിമുക്ത ഭടന്മാർക്ക് പിന്നെ പട്ടാളം അവിടെ സൈന്യം ഇറങ്ങിയിട്ടുണ്ടല്ലോ, അവർക്കൊക്കെ ഈ അധികാരം കൊടുത്തതായിട്ട് റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്. എന്തായാലും ബംഗ്ലാദേശ് പത്തി മടക്കിയിരിക്കുന്നു. അവിടെ ദുർഗാപൂജയ്ക്ക് ആചാരമൊന്നുമില്ലാതെ ഒരു ദിവസത്തെ അവധിയിൽ ഉപായത്തിലൊക്കെ നടത്തിക്കൊണ്ട് പോകണം എന്നുള്ളതാണ് അവിടെ ഇവർ ആഗ്രഹിക്കുന്നത്, ജമാഅത്തെ ഇസ്ലാമി. എന്തായാലും ഈ ഹിന്ദു ന്യൂനപക്ഷത്തെ ശക്തമായി ഇവർ ആക്രമിക്കുകയും ലോകരാജ്യങ്ങളൊക്കെ അതിനെ അപലപിക്കുകയും ചെയ്തപ്പോഴല്ലേ ഈ ആക്രമണം ഒന്നും നിന്നത്. പക്ഷേ ഈ പറയുന്ന ദുർഗാപൂജ പോലെയുള്ള സംഭവം വരുമ്പോൾ ആൾക്കൂട്ടം ഉണ്ടാവും, ഭജന ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഇവർ ആക്രമണം നടത്തില്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. സിനുജി ഇതാണ് ചോദിച്ചത്. എൻ്റെ മനസ്സിൽ വന്ന അങ്ങനെയല്ല. ഇതിനൊക്കെ എതിരെ, രാമനവമിക്കും ഇതിനൊക്കെ എതിരെ പശ്ചിമ ബംഗാളിൽ ആക്രമണം നടക്കുന്നില്ലേ? ബംഗ്ലാദേശിനേക്കാൾ രൂക്ഷമായിട്ടല്ലേ അവിടെ കഴിഞ്ഞ കൊല്ലങ്ങളിലൊക്കെ ആക്രമണം നടന്നിരുന്നത്. മമതാ ബാനർജിക്ക് അതൊരു വിഷയമല്ലല്ലോ. പക്ഷെ അവർ ഈ പൂജയിലൊക്കെ പങ്കെടുക്കുന്നതിൻ്റെ ഫോട്ടോസൊക്കെ വരുന്നത് അവർ നാടകം പോലെ കാണിക്കുന്നതായിരിക്കും. അത് ഈ ഹിന്ദുക്കളുടെ ബാക്ക്ലാഷ് ഉണ്ടാവുമെന്ന് തോന്നുന്ന സമയത്താണ് അവർ ഈ പൂജയിലൊക്കെ. അത് ഈ രാഹുൽ ഗാന്ധി അമ്പലത്തിലൊക്കെ പോകുന്നില്ല ചില സമയത്ത്, ഞാൻ മറ്റേ BJP-യേക്കാൾ വലിയ ഹിന്ദു ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, അതുപോലത്തെ പരിപാടിയാണെന്നേ ഉള്ളൂ. അവരല്ലാത്ത സമയത്ത് രാമനവമിയൊക്കെ ആക്രമിച്ച 500 പേര് എതിരെയൊക്കെ മറ്റേ നൂറുൽ ഇസ്ലാം എന്ന് പറഞ്ഞ ആൾ, ആ സന്ദേശ് കലി ഭാഗത്ത് അവിടെ MP ആയിരുന്ന ആള് ആക്രമിച്ചിട്ടുണ്ടല്ലോ 2010. വലിയ അക്രമങ്ങൾ, ക്ഷേത്രങ്ങൾ തീ വയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. മിണ്ടായിരിക്കല്ലേ ചെയ്തത്. കാരണം അങ്ങനത്തെ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ ഭരിക്കുന്നത് മുഴുവൻ അവരുടെ ഈ മറ്റേ ന്യൂനപക്ഷ സെൽ TMCയുടെ അവര് അഴിച്ചുവിട്ടിരിക്കുക. ഇവർ പറയുന്നൊന്നും കേൾക്കുകയില്ല. അപ്പോൾ ഈ മുസ്ലിം വോട്ടുകൾ വേണമെന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്തോട്ടെ. അപ്പോൾ ദുർഗാപൂജ ബംഗ്ലാദേശിലാണോ പശ്ചിമ ബംഗാളിലാണോ ഈ പരിങ്ങലിലാവുന്നത് എന്നുള്ളത് നമുക്ക് ഈ ദുർഗാപൂജയുടെ സമയത്തേ അറിയുള്ളൂ. ഇതുകൊണ്ട് തീരില്ല. ഇനിയും ഇത് ചിലപ്പോൾ ചർച്ച വേണ്ടി വരും. നമ്മൾ ഈ ഹിൽസയുടെ കാര്യത്തിൽ തന്നെ ഒരു തവണ നമ്മൾ ഈ നിയന്ത്രണം വന്നു കഴിഞ്ഞപ്പോൾ തരില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മളല്ല, പക്ഷെ നമ്മുടെ തന്നെ സഹപ്രവർത്തകർ വീഡിയോ ചെയ്തത് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒന്ന് ബംഗ്ലാദേശ് മുട്ടുമടക്കി എന്ന് പറയാം വേണമെങ്കിൽ ഈ മത്സരം തരില്ല എന്ന് പറഞ്ഞത് തരുന്നുണ്ടല്ലോ. ഇനി ബാക്കി എന്താ നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.